ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയും കിരണും കൂടി വീണ്ടും മനോഹറിനെ താൻ കാണാൻ പോയിരുന്നു എന്നും അതുപോലെ തന്നെ മനോഹർ അപ്പോഴും കൺമണി മോളെ കാണണമെന്ന് പറഞ്ഞു എന്ന കാര്യം നമ്മുടെ കല്യാണിയോട് കിരൺ പറയുകയാണ്. കല്യാണി പറയുന്നുണ്ട്, എന്തായാലും കിരണേട്ടാ, അവൾ അറിയണ്ട, സരയും അറിയണ്ട, കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കണം. അത് നമ്മൾ ചെയ്യുന്ന, അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയായിരിക്കും. അവൻ ഒരു പക്ഷെ അവൻ ഇനിയിപ്പോൾ മുന്നോട്ട് ജീവിക്കില്ല, മരണപ്പെട്ടു പോയാൽ അത് നമുക്കും ഒരു വേദനയായി മാറും. ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തതിൽ അത് അവന്റെ ന്യായമായ ആഗ്രഹം തന്നെയാണ്. നമുക്ക് അവൾ അറിയണ്ട, കുഞ്ഞിനെ കാണിക്കാമെന്ന് പറയുമ്പോൾ കല്യാണിയുടെ മനസ്സ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അവൾ അറിയാതെ, പക്ഷെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെയും ശത്രുവായി കാണും എന്നൊക്കെ ഇങ്ങനെ മുൻധാരണ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കിരൺ. അതിനുശേഷമാണെങ്കിലും കല്യാണിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക്, അതായത് മനോഹറിൻ്റെ അരികിലേക്ക് വരാൻ നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അതേ ഹോസ്പിറ്റലിലേക്ക് സരയ്ക്ക് മനസ്സിലായി, ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, തൻ്റെ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ ചെയ്യാനുള്ളത് ചെയ്തു, അവനിപ്പോൾ ഹോസ്പിറ്റലിലായി. പക്ഷേ പുറത്ത് അവൻ ഹോസ്പിറ്റലിലായിട്ട് പോലും കിരൺ തന്നെ സഹായിക്കില്ല, അവനെ ഒന്നും ചെയ്യില്ല എന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായപ്പോൾ അവൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പറയാറുള്ള പോലെ തന്നെ ഓട്ടോറിക്ഷയിൽ വന്ന് ഫർദ അണിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും ആ ഫർദ മാറ്റിയിട്ട് അവിടുത്തെ നേഴ്സിന്റെ വേഷം ധരിക്കുകയാണ്, മുഖത്ത് മാസ്കും ധരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസുകാരൊക്കെ നോക്കി ഇരുന്നു കൊണ്ട് തന്നെയാണ്, നേഴ്സാണല്ലോ പോകുന്നത്, അപ്പോൾ അവരും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. അവളെ അകത്തേക്ക് കടത്തി വിടുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ മനോഹർ അങ്ങനെ കിടക്കുന്നുണ്ട്, മാസ്ക് മാറ്റുകയാണ് അവള്. അപ്പോൾ മനോഹർ ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വായ പൊത്തി പിടിച്ചിട്ട്, ശബ്ദം പുറത്തു വരരുതല്ലോ, അതുകൊണ്ട് തന്നെ അവൾ വായ പൊത്തി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ആരെങ്കിലൊക്കെ എത്തും. അപ്പോൾ അതുപോലെ തന്നെ കല്യാണിയും കുഞ്ഞിനെ കൊണ്ട് അവിടേക്ക് വരും. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ കല്യാണി കാണാൻ പോകുന്നത്. ഇവളിങ്ങനെ അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ദൗത്യം നിറവേറ്റി എന്ന് കരുതിയിട്ട് അവൾ അവിടെ നിന്നും ശ്വാസമില്ല എന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് അവൾ നേഴ്സിൻ്റെ വേഷത്തിൽ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് വരുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഒരു കർമ്മം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ കല്യാണി ആ സമയത്താവും കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. അപ്പോൾ കാണുന്നത് ഇങ്ങനെ മനോഹർ ഇങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്ന കാഴ്ചയാണ്. അപ്പോഴേക്കും കല്യാണി ആണെങ്കിൽ അവനെങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, പക്ഷേ ഒരു അനക്കവും ഇല്ല. അപ്പോഴേക്കും ഡോക്ടറൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും ആകെ ഞെട്ടിപ്പോവുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ. എന്തായാലും സരയു തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഒരു തരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അഥവാ ഇനി അവൻ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വേദനയായി മാറും. കല്യാണിക്കും കിരണിനും കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ അവനെ പറ്റാത്ത വേദന അവനുണ്ടാവുകയും ചെയ്യും. എന്തായാലും എന്താകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്